Hello, I'm Chris. I'm with Malayalam film producer Sandra Thomas today. Sandra has been waging a battle against powerful men in the film industry for nearly a year now. After the Hema Committee report came out last year, detailing the issues in Malayalam cinema, Sandra spoke up about the problems and harassment of female film producers in the industry. She's filed cases of harassment against men, male producers. She's gone to court. She's used different forms of protest, including wearing a burqa, to file her nomination to contest the elections of the Kerala Film Producers Association as president. Let's talk to Sandra. സാൻഡ്ര, ഇപ്പോഴത്തെ ഈ സീരീസ് ഓഫ് ഇഷ്യൂസ്, അതായത് ഈ കോർട്ട് കേസസ്, ഈ കോൺട്രവേഴ്സീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ലാസ്റ്റ് ഇയർ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. അതിനുശേഷം സാൻഡ്ര കുറച്ച് കാര്യങ്ങൾ റിവീൽ ചെയ്തു, എന്നിട്ടാണ് തുടങ്ങുന്നത്. സാൻഡ്ര ഈ ഇൻഡസ്ട്രിയിൽ കുറേ ഇയേഴ്സ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഈ ഇഷ്യൂസ് ആസ് എ ഫീമെയിൽ പ്രൊഡ്യൂസർ ഒരുപാട് ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം വാട്ട് മേഡ് യു ഫൈനലി സ്പീക്ക് അബൌട്ട് ദ ഇഷ്യൂസ് ഇൻ പബ്ലിക് ലാസ്റ്റ് ഇയർ? ഇതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് എനിക്കൊരു മോശം അനുഭവം ഞാൻ ഓൾറെഡി എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്ന് ഒരു ഒഫീഷ്യൽ കമ്മിറ്റി മീറ്റിംഗിൽ വിളിച്ചു വരുത്തി ഹരാസ് ചെയ്യാണ് ഉണ്ടായത്. അപ്പം അത് ഞാൻ പക്ഷെ അത് എവിടെയും പറഞ്ഞില്ല. ഞാനത് ആ കാര്യം വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിൽ ഉള്ളൊരു കാര്യമാണ്, നമ്മളെല്ലാവരും സഹിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് പുറത്തേക്ക് പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാനും വിശ്വസിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞില്ല. ഞാൻ പക്ഷെ എന്നെ ഹറാസ് ചെയ്ത ആളുകളുടെ അടുത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്തത് മോശമായപ്പോ യു ഷുഡ് ഹാവ് ഡൺ ദിസ് ടു മീ, ബിക്കോസ് ഞാൻ അവരുടെ കൂട്ടത്തിൽ ഒരാളാ. അപ്പം ഞാൻ 15 years ആയിട്ട് അവരുടെ കൂടെ തന്നെയുള്ള അവരുടെ ഫാമിലി മെമ്പറെ പോലെ ഒരാളാണ്. അപ്പം അങ്ങനെ എന്നോട് ചെയ്തത് ശരിയായില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞു. പക്ഷേ അവരാരും അതിന് റെസ്പോണ്ട് ചെയ്തില്ല എന്ന് മാത്രമല്ല, റെസ്പോണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്നോട് ആര് പറഞ്ഞു എന്ന് മാത്രം അവർക്ക് അറിഞ്ഞാൽ മതിയായിരുന്നു. ഒരു അപ്പോളജി പോലും പറയാൻ ആരും തയ്യാറായില്ല. ബിക്കോസ് ഇതൊക്കെ യൂഷ്വൽ ആണ്, ഇതൊക്കെ അങ്ങനെ നടക്കുന്നതാണെന്നുള്ള കാര്യം സാൻഡ്രയ്ക്ക് അറിയില്ലേ എന്നുള്ളൊരു മട്ടിലാണ് അവർ ബിഹേവ് ചെയ്തത്. അതിനുശേഷമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ഈ ഇൻഡസ്ട്രിയിലുള്ള മറ്റ് സ്ത്രീകളും ഇത് സിമിലർ ആയിട്ടുള്ള അനുഭവങ്ങൾ അവർക്കുണ്ടാവുന്നു, എന്നേക്കാൾ മോശമായിട്ടുള്ള അനുഭവങ്ങൾ അവർക്കുണ്ടാവുന്നു എന്നെനിക്ക് മനസ്സിലാവുകയും അതിന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ചേംബറും, ഇതിന്റെ എപെക്സ് ബോഡി എന്ന് പറയുന്ന ചേംബറാണല്ലോ, ചേംബറും അതിലൊരു സ്റ്റാൻഡ് എടുക്കണം, അതിൽ റെസ്പോണ്ട് ചെയ്യണം, അതിന് സ്ത്രീകൾക്ക് വേണ്ട സുരക്ഷ സെറ്റുകളിൽ ഉറപ്പാക്കണം എന്ന് ഞാൻ ജനറൽ ബോഡിയിൽ പറയുകയുണ്ടായി. അപ്പോ അതിനെ അവര് കളിയാക്കി വിടുകയും അങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്യില്ല എന്നും ഇവിടെ AMMA പറയുന്നതനുസരിച്ച് മാത്രമേ, അമ്മ എന്ന സംഘടന പറയുന്ന അനുസരിച്ച് മാത്രമേ ഇവിടെ തീരുമാനങ്ങൾ വരുള്ളൂ എന്ന് പറയുകയും ചെയ്തപ്പോഴാണ് എനിക്കത് ഇത് കേസുമായിട്ട് പോകണം എന്നുള്ള തോന്നൽ വരുന്നത്. അത് എനിക്ക് വേണ്ടി മാത്രമല്ല, മറ്റ് സ്ത്രീകൾ കൂടെ വേണ്ടിയിട്ടാണ്. അപ്പം എന്നെ പോലെ തന്നെ ഇതുപോലെ ഹരാസ്മെന്റ് അനുഭവിച്ച മറ്റു സ്ത്രീകളും ഉണ്ടെന്ന് മനസ്സിലാക്കി അവർക്ക് എന്നെ പോലെ ചിലപ്പോൾ മുന്നോട്ട് വരാൻ കഴിഞ്ഞു എന്ന് വരില്ല. കാര്യം എല്ലാവർക്കും ഒരുപോലെ ഇപ്പൊ ഒരു കേസ് എന്നൊക്കെ പറയുമ്പോൾ അതിന് ഒരുപാട് അതിന്റെ ഫിനാൻഷ്യൽ ആസ്പെക്ട്സ്, അതിനകത്ത് മെന്റൽ സ്ട്രെസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ എല്ലാവർക്കും ഒരുപോലെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാനൊരു സ്ട്രോങ് സ്റ്റാൻഡ് എടുത്ത് മുന്നോട്ട് വരാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ മാത്രമല്ല, ഞാൻ ഇതിനെ എതിർക്കുന്നു എന്ന് കണ്ടതും, ഞാൻ അതിനെ ചോദ്യം ചെയ്യുന്നു എന്ന് കണ്ടതും എന്നെ പുറത്താക്കാനുള്ളൊരു ശ്രമവും കൂടെ അവരുടെ ഭാഗത്തു നിന്നുണ്ടായി, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പം അങ്ങനെയാണ് ഞാൻ കേസുമായിട്ട് മുന്നോട്ട് പോയത്. ഇപ്പൊ എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ നടന്നു. ഞാൻ ഒരു ജസ്റ്റ് ആയിട്ട് പറയാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു. സാൻഡ്ര ആദ്യം കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയുണ്ടായി. ഒരു സെക്ഷൽ ഹാരസ്മെന്റ് കേസ് അഗൈൻസ്റ്റ് സെവറൽ പ്രൊഡ്യൂസേഴ്സ് ഫയൽ ചെയ്യുകയുണ്ടായി. അതിനുശേഷം സാൻഡ്രനെ അവർ പുറത്താക്കി. പിന്നെ സാൻഡ്ര കോർട്ടിൽ പോയി തിരിച്ച് മെമ്പർഷിപ്പ് കിട്ടി. അതിനുശേഷം ഓഡിയോ മെസ്സേജസ്, ത്രെറ്റനിങ് ഓഡിയോ മെസ്സേജസ് സാൻഡ്ര റിലീസ് ചെയ്തു. പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിന്റെ വന്നത് മത്സരിക്കാൻ തീരുമാനിച്ചു. ബുർക്കായിട്ട് നോമിനേഷൻ കൊടുക്കാനായിട്ട് പോയി. അത് റിജക്റ്റഡ് ആയ ആ വീഡിയോയും പുറത്ത് നമ്മൾ കണ്ടു. ഭയങ്കര അഗ്രസീവായിട്ട്, ഹോസ്റ്റൈൽ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് അത് നടന്നത്. അപ്പം മൈ ക്വസ്റ്റ്യൻ ഇസ് വാട്ട് കീപ്സ് യു ഗോയിങ്? ലൈക്ക് ഓരോ തവണയും ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ എഫക്ട് ചെയ്യുന്നത്?
എഫക്ട് ചെയ്യുന്നത് കൂടുതൽ കൂടുതൽ നമ്മൾ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കും തോറും നമ്മൾ കൂടുതൽ കൂടുതൽ ശക്തയാവും. അപ്പോ അതിന് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പറയുന്ന ഈ പവർ ഗ്രൂപ്പിനോടാണ് നന്ദി പറയാനുള്ളത്. ഒരു വലിയൊരു പവർ ഗ്രൂപ്പ് അപ്പുറത്ത് നിന്ന് ഒരാളെ ഒറ്റയ്ക്ക് തകർക്കാൻ വേണ്ടി നോക്കുമ്പോ ഞാൻ അതിനേക്കാൾ കൂടുതൽ ശക്തയാവുകയാണ് ഉണ്ടാവുന്നത്. അപ്പൊ അതിനോട് എനിക്ക് ആക്ച്വലി ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്. എന്നെ ഇത്രയും ഞാൻ ഇങ്ങനൊന്നും എനിക്ക് ഇത്രയും ശക്തമായിട്ട് മുന്നോട്ട് വരാനും ഇവർക്ക് ഇതുപോലുള്ള ഒരു പവർ ഗ്രൂപ്പിനെതിരെ സംസാരിക്കാനൊന്നും പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. ഞാൻ ഞാൻ കോൺവെന്റ് സ്കൂളിൽ പഠിച്ചു വളർന്ന ഒരാളാണ്. ഗേൾസ് ഒള്ളി സ്കൂളിൽ പഠിച്ചു വന്ന ഒരാളാണ്. എനിക്ക് വലിയ എക്സ്പോഷർ ഒന്നും ഇല്ലാത്ത ഒരാളായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഞാൻ സിനിമയിൽ വന്ന് പയ്യെ പയ്യാണ് ഓരോ കാര്യങ്ങൾ പഠിച്ചു വരുന്ന അനുഭവങ്ങളിലൂടെയാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോ പലപ്പോഴും പല കാര്യങ്ങളും ഉണ്ടായിട്ടും മിണ്ടാതിരിക്കാനും അപ്പൊ ഈ കൂടെ നിൽക്കുന്ന പുരുഷന്മാരായ ആളുകൾ തന്നെ പറയും മിണ്ടരുത്, പുറത്ത് പറയരുത്, അത് തെറ്റാണ്, പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പെടുത്തും എന്ന് ഭയപ്പെടുത്തി പല കാര്യങ്ങളും പറയാതെയും മിണ്ടാതെ ഇരുന്നിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു 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 എൻഡ് പോയിന്റ് വേണ്ടേ? ഇപ്പോഴും ഇങ്ങനെ സ്ത്രീകൾ സഹിച്ചും ക്ഷമിച്ചും നിൽക്കേണ്ടവരാണോ? അപ്പൊ ഇന്ന് എന്റെ സഹി കെട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ പുറത്തേക്ക് വരുന്നതും. പിന്നെ ഇതിനെ എന്റെ ഒരു വലിയ എന്റെ മുന്നിലുള്ള ഒരു വലിയ ഇതെന്താന്ന് വെച്ചാൽ ഇതൊക്കെ എനിക്ക് 2 പെൺകുട്ടികളാണ്. അപ്പം അവര് ഇതാണ് കാണുന്നത്. ഒരു അന്യായം ഒരു സ്ത്രീക്ക് നേരെ ഉണ്ടായാൽ അതിനെ ഭയക്കേണ്ട ആവശ്യമില്ല. ആര് കൈ ചൂണ്ടിയാലും അവരോട് കൈ താത്തിയിടാൻ ധൈര്യത്തോടെ പറയാം. അപ്പൊ എന്നെ ഇതിലേക്ക് മുന്നോട്ട് കൊണ്ടുവന്ന ഒരു കാര്യം തീർച്ചയായിട്ടും എന്റെ കുട്ടികൾ തന്നെയാണ്. അതും 2 പെൺകുട്ടികളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അവരോട് പറഞ്ഞു കൊടുക്കേണ്ട, അഡ്വൈസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഞാൻ അവർക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കുകയാണ് എങ്ങനെയായിരിക്കണം ഒരു സ്ത്രീ പ്രതികരിക്കേണ്ടത്. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ പ്രതികരിക്കുക. അത് എനിക്കിപ്പോ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഇഷ്ടംപോലെ മെസ്സേജസ് വരുന്നുണ്ട് ഒരുപാട് പെൺകുട്ടികളുടെ. അവര് പറയുന്ന ചേച്ചി ഞാൻ എന്റെ മക്കളെ കാണിച്ചു കൊടുക്കുകയാണ്, എന്റെ കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുക്കുകയാണ് ചേച്ചിനെ റോൾ മോഡലാക്കി. കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അതാണ് ഇതിന്റെ ഈ ഫൈറ്റിന്റെ ഒക്കെ ഇടയിലും കിട്ടുന്ന ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഈ മുന്നോട്ട് കൊണ്ടുപോകാൻ നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള മെസ്സേജുകളാണ്. ഒരുപാട് സ്ത്രീകളാണ് മെസ്സേജ് അയക്കുന്നത്, എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ കാണിച്ചു കൊടുത്തു ഇങ്ങനെ വേണം എന്ന് പറഞ്ഞിട്ടെന്നുള്ളത്. അത് സന്തോഷം തന്നെയാണ് തീർച്ചയായിട്ടും. കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സപ്പോർട്ട് സിസ്റ്റം, സാൻഡ്രയ്ക്ക് എന്താണ് ഒരു സപ്പോർട്ട് സിസ്റ്റം ആയിട്ടുള്ളത്? തീർച്ചയായിട്ടും ഫാമിലി തന്നെയാണ്. എന്റെ പാരന്റ്സ്, എന്റെ സിസ്റ്ററിന്റെ ഫാമിലി, എന്റെ ഹസ്ബൻഡ്, എന്റെ കുട്ടികള്, തീർച്ചയായിട്ടും. പിന്നെ അത് കൂടാതെ എന്റെ വളരെ അടുത്ത ക്ലോസ് ഫാമിലി സർക്കിൾ. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ എന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് പുരുഷന്മാര് തന്നെയാണ്. ഇവിടെയൊക്കെയാണ് പ്രതികരിക്കേണ്ടത്. അതായത് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ കാലഹരണപ്പെട്ട പ്രൊഡ്യൂസേഴ്സ് ഇങ്ങനെ ചിന്തിക്കുന്നവർ മാത്രമല്ല ഉള്ളത്. പുതിയ പുരോഗമന ചിന്താഗതി ഉള്ള സ്ത്രീകളെ ആക്സെപ്റ്റ് ചെയ്യുന്ന, സ്ത്രീകളെ അവർക്കൊപ്പം കാണുന്ന ഒരുപാട് പുരുഷന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പൊ അതും അങ്ങനെയുള്ള ഫ്രണ്ട്സ് ആയിട്ടുള്ള ഒരുപാട് പുരുഷന്മാരുടെയും സപ്പോർട്ടുണ്ട്. അത് തീർച്ചയായിട്ടും പുരുഷന്മാരായാലും സ്ത്രീകളായാലും. പിന്നെ ഏറ്റവും വലുത് ഫാമിലി തന്നെയാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്തൊക്കെ സ്ട്രെങ്ത് നമുക്കുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ഫാമിലിയിലെ എവിടെയെങ്കിലും ഒരാള് വീക്കായി, അല്ലെ അവര് നമ്മളോട് പിന്മാറണം, മുന്നോട്ട് പോകരുത്, നമുക്കൂടെ നാണക്കേടാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ. പിന്നെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള സ്ട്രെങ്ത് കിട്ടില്ല. അപ്പം അവിടെ എന്നോട് എന്റെ ഫാമിലി പറയുന്നത് നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോകും, ഞങ്ങളുണ്ട് കൂടെ. നീ നിന്റെ സത്യത്തിന് വേണ്ടിയിട്ടാണ്, നിന്റെ ശരിക്കും വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്, നീ ഫൈറ്റ് ചെയ്യണം എന്ന് തന്നെയാണ്. അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പണ്ട് എന്റെ ഫാദർ എന്റെ അടുത്ത് ദേഷ്യപ്പെടുമ്പോ എടി എന്ന് വിളിക്കുമായിരുന്നു. ഡി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ അപ്പൊ ഞാൻ പറയും എന്നെ എടി പൊടി എന്ന് വിളിക്കരുത്, എനിക്കിഷ്ടമല്ല അങ്ങനെ എടി പൊടി എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്റെ മമ്മിയും എന്റെ സിസ്റ്ററും ഒക്കെ പറയും എന്തിനാ പപ്പയോട് ഇങ്ങനെ തിരിച്ചു പറയുന്നേ, അങ്ങനെ തിരിച്ചു പറയല്ലേ, അങ്ങനെ അവര് വിളിച്ചോട്ടെ, പപ്പയല്ലേ വിളിക്കുന്ന, അതിന് നിനക്കെന്താ അത് വിളിക്കും. ഞാൻ പറഞ്ഞു അങ്ങനെ എന്നെ ആരും എടി പൊടിയെന്ന് വിളിക്കണ്ട. അന്ന് എന്റെ മമ്മിയും എന്റെ സിസ്റ്ററും അടക്കം നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ എല്ലാവരും അത് ഓക്കെ, നമ്മളത് കേട്ട് നിൽക്കേണ്ടവരാണ്. അവർക്കത് വിളിക്കാനുള്ള അധികാരമുണ്ട്. ഒരു പുരുഷന് ഒരു സ്ത്രീ അല്ലെ ഒരു മകളെ കെറി എടി പോടി എന്ന് വിളിക്കാം എന്നുള്ളൊരു സാധനം നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണ് നമ്മുടെ കുടുംബങ്ങളിൽ കണ്ടീഷൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രതിഫലനം തന്നെയാണ്
ഈ പറയുന്ന ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടതും. അപ്പം അന്നേ എനിക്കിങ്ങനെ ഡിസ്റെസ്പെക്ട് ചെയ്ത് സംസാരിക്കുന്നത് ഒരു കാരണവശാലും ആക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ കുഞ്ഞിലേ മുതലേ എനിക്കത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് തന്നെയാണ് ഇപ്പോഴും. അപ്പൊ ഞാൻ ആരെയും ഭയക്കാറില്ല. എന്നെ ഡിസ്റെസ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു സാധനം അതെനിക്ക് കുഞ്ഞിലേ മുതലേ ഉള്ളതാണ്. നമ്മൾ ഈ സപ്പോർട്ട് സിസ്റ്റത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് എത്രത്തോളം സപ്പോർട്ട് ഉണ്ടായിരുന്നു, പ്രതീക്ഷിച്ച സ്ഥലത്ത് നിന്നൊക്കെ കിട്ടിയോ, കിട്ടാതിരുന്നിട്ടുണ്ടോ? ഏറ്റവും സർപ്രൈസ്ഡ് ആയിട്ടുള്ള റിയാക്ഷൻസ് എവിടെ നിന്നാണ് വന്നത്? ഞാനത് എക്സ്പെക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിനകത്ത് സത്യം. ഞാൻ ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്യും. കാര്യം എനിക്കറിയാം ഇത് വിധേയപ്പെട്ട് നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ആരാധനയാണ് കൂടുതലും. അപ്പൊ അതിനകത്തൊരു വ്യക്തി എന്നുള്ള രീതിയിലല്ല പലരെയും കാണുന്നത്. പലരെയും വ്യക്തിക്കപ്പുറം ഒരു ദൈവം പോലെ കാണുന്ന ഒരു സ്ഥിതിവിശേഷമുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിന്ന് അങ്ങനെ ഒരു വലിയ സപ്പോർട്ട് കിട്ടും. കാര്യം ഭയമാണ് എല്ലാവർക്കും. അങ്ങനെ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരുപാട് പേര് സപ്പോർട്ടുമായിട്ട് വന്നിരുന്നു. ഒരുപാട് പേര് ആക്ടേഴ്സ് ആണെങ്കിലും പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ഡയറക്ടേഴ്സ് ആണെങ്കിലും എല്ലാം ഒത്തിരി പേര് പേഴ്സണലി ഫോൺ വിളിച്ച് പറയുമ്പോൾ കൂടെ ഉണ്ട്. അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ അവരോട് പറയും, നിങ്ങൾ എന്നെ പിന്തുണച്ച് വെളിയിലോട്ടൊന്നും വരണ്ട, അത് നിങ്ങളെയും ബാധിക്കും. എനിക്ക് അതിന് മറ്റൊരു എൻ്റെ ഒരു സെൽഫിഷ് ആയിട്ടുള്ള റീസൺ വേറെ ഉള്ളത് എന്താന്ന് വെച്ചാൽ, എൻ്റെ കൂടെ ആള് കൂടും തോറും ഞാൻ വീക്ക് ആവും എന്നുള്ളൊരു സത്യം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എൻ്റെ കൂടെ കൂടുതൽ ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്തു വരുന്നു എന്ന് കാണുമ്പോൾ അവർ പറയുന്നതും ഞാൻ കേൾക്കേണ്ടതായി വരുന്നു. അപ്പം അത് അവരിപ്പം ഓക്കെ ഇത് വിട്ടുകൊടുക്ക, അത് പോട്ടെ, അത് ക്ഷമിച്ചു കളാ എന്നൊക്കെ പറയുമ്പോൾ ക്ഷമിക്കേണ്ടതാണ്. ഞാനൊരു മദറും കൂടെയാണ്. അപ്പം കുറച്ച് കമ്പാഷനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇച്ചിരി കൂടുതലാണ്. അപ്പം ക്ഷമിക്കാൻ പറ്റാഞ്ഞിട്ടല്ല, പല കാര്യങ്ങളും നമുക്ക് ഇത് അങ്ങനെ വിട്ടുകൊടുക്കുമ്പോൾ അവര് വിചാരിക്കും അതാണ് ശരിയെന്ന് വിചാരിക്കും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനു വേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ കൂടെ ആളുകൾ വരുമ്പോഴും ഞാനും അതിനെ ഭയക്കുന്നുണ്ട്. അവരെന്നെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളൊരു ഭയം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒറ്റയ്ക്ക് നിന്ന് ഇത്രയും ഫൈറ്റ് ചെയ്യുന്നത്. പക്ഷെ ഈ സപ്പോർട്ട് ഒരു ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ മത്സരത്തിൽ ഞാൻ എന്തായാലും ജയിക്കും എന്ന് റിപ്പീറ്റഡ്ലി സാൻഡ്ര പറയുന്നുണ്ടായിരുന്നു. മത്സരിക്കുകയാണെങ്കിലും ഞാൻ എന്തായാലും ജയിക്കും. അപ്പം സൈലന്റ് ആയിട്ട് വിത്തിൻ ദ ഇൻഡസ്ട്രിയിൽ നിന്ന് സപ്പോർട്ട് അത്രയും കിട്ടുന്നുണ്ടാവണം അല്ലെ? ഇതില് ഈ WCC ആയിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ, അസോസിയേഷൻ ഉണ്ടോ? സാൻഡ്രയ്ക്ക് എങ്ങനെയാണോ അവരുടെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നോ? അല്ല, WCC ഇപ്പം ഇന്നലെ അവരെന്നെ സപ്പോർട്ട് ചെയ്തൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. മറ്റ് ഉർവശി ചേച്ചിയെയും എന്നെയും പുഷ്പവതിയും ഒക്കെ ശിവേദ ചേച്ചിയും ഒക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. സന്തോഷം. ഞാൻ അതിൽ റീഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു, താങ്ക് യു പറഞ്ഞുകൊണ്ട്. പക്ഷെ പല കാര്യങ്ങളിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ റെസ്പോണ്ട് ചെയ്യാൻ വൈകുന്നു എന്നൊരു തോന്നൽ എനിക്കുണ്ട്. കാര്യം ഒരു സ്ത്രീകളുടെ വിഷയം വരുമ്പോൾ ഇമ്മീഡിയറ്റ്ലി റെസ്പോണ്ട് ചെയ്യേണ്ട ഒരു സംഘടന, സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സംഘടനയാണല്ലോ WCC. അപ്പം അത് ഇമ്മീഡിയറ്റ്ലി ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. അതേപോലെ തന്നെ ചിലപ്പോൾ ഇത് എവിടം വരെ പോകും, എങ്ങനെയായിരിക്കും, ഏത് കാര്യം അങ്ങനെ ഒരു ഉറപ്പില്ലാത്തത് കൊണ്ടും കൂടി ആയിരിക്കാം ചിലപ്പോൾ അവര് പ്രതികരിക്കാൻ വൈകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്തായാലും അവർ പ്രതികരിച്ചതിൽ സന്തോഷം. അവര് സ്ത്രീകൾക്കൊപ്പം തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല അതില്. അപ്പൊ അതുകൊണ്ട് തന്നെ സന്തോഷം അവര് ഈ കാര്യത്തിൽ കൂടെ നിൽക്കുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. സാൻഡ്ര മെമ്പർ അല്ല അല്ലേ WCCന്റെ? ഇല്ല, WCCയുടെ മെമ്പർ അല്ല. ഞാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ മാത്രം ഭാഗമാണ്. വേറെ ഒരു അസോസിയേഷനിൽ ഞാനില്ല. ഓക്കെ. നമ്മള് ആദ്യം ലാസ്റ്റ് ഇയർ ഇന്റർവ്യൂ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞ ഒരു കാര്യമാണ് ഈ സെയിം ഗ്രൂപ്പ് ഓഫ് മെന്നാണ് എല്ലാ അസോസിയേഷനിലും ലീഡ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ ഈ KFPയും സെസ്കയും തമ്മിലുള്ള ഈ ലിങ്ക്സ് അത് എങ്ങനെയാണ് ബാധിക്കുന്നത്? ഈ ഫുൾ എല്ലാ അസോസിയേഷനും എസ്പെഷ്യലി KFPനെ എങ്ങനെയാണ് അത് ബാധിച്ചിട്ടുള്ളത്?
അതായത് എല്ലാ സംഘടനയിലും ഒരേ ആൾക്കാർ തന്നെ ഇരിക്കുമ്പോൾ ഇപ്പൊ എനിക്ക് പ്രശ്നമുള്ളത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായിട്ടാണ്. അപ്പോ പക്ഷെ ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ എനിക്ക് വിലക്ക് വരുന്നത് ചിലപ്പോൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനിൽ നിന്നായിരിക്കാം. അപ്പൊ അത് പൊതുസമൂഹത്തിന് അറിയില്ല ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത്. അപ്പൊ അല്ലെങ്കിൽ എനിക്ക് വരുന്നത് ചേംബറിൽ നിന്നായിരിക്കാം. അതെന്തുകൊണ്ടാ? ബിക്കോസ് ഇവിടെ എല്ലാം ഇരിക്കുന്നത് ഒരേ ആൾക്കാരായതുകൊണ്ടാ. എല്ലാ സംഘടനകളിലും ഇരിക്കുന്നത് ഒരേ ആളുകളാണ്. അതുകൊണ്ടാണ് ഈ നമുക്ക് ആരെയും പിണക്കാൻ പറ്റാതെ ആരും ഈ മുന്നോട്ട് വന്ന് ആരും സംസാരിക്കാത്തതിന്റെ ഒരു കാരണം അതാണ്. ഇവിടുന്ന് അല്ലെങ്കിൽ അപ്പുറത്തുനിന്ന് പണി കിട്ടും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് വേറെ ഒരുപാട് പേർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും ഇനി ഒരു സിനിമയും കൂടെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണ് എല്ലാ നിർമ്മാതാക്കളും. ആ ഒരൊറ്റ റീസൺ കൊണ്ടാണ് ആരും മുന്നോട്ട് വന്ന് പറയാത്തത്. അപ്പൊ എന്താണ് എല്ലാരും ഈ പേടിക്കുന്നത്? എന്താണ് ഇപ്പൊ നിങ്ങൾ എല്ലാരും ഈ ഒന്നിച്ച് നിൽക്കുമ്പോ ഇപ്പം അവരെ ബീറ്റ് ചെയ്യാൻ ഒരു ചാൻസ് എങ്കിലും കാണുന്നുണ്ടല്ലോ. അപ്പൊ എന്താണ് ഇത്രയും നാൾ എല്ലാരും പേടിച്ചുകൊണ്ട്? അതാ ഞാൻ പറഞ്ഞത്, ഒരു സിനിമയായി വരുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് നമ്മുടെ കയ്യിലുള്ള പൈസ എല്ലാം ഇട്ടിട്ടാണല്ലോ ഒരു സിനിമ ചെയ്യുന്നത്. ആ സിനിമ ചെയ്ത് കഴിയുമ്പോൾ എനിക്കിപ്പോ ഇഷ്യൂ ഉള്ളത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായിട്ടാ. ഈ സിനിമയായിട്ട് ചെല്ലുമ്പോൾ തിയേറ്ററുകൾ കിട്ടിയില്ലെങ്കിലോ എക്സിബിറ്റേഴ്സ് സമ്മതിച്ചില്ലെങ്കിലോ പടം കളിക്കാനായിട്ട്, അപ്പൊ അവിടെ പ്രശ്നമായില്ലേ? അപ്പൊ അതുകൊണ്ടാണ് എല്ലാവരും ഈ ഭയക്കുന്നത്. ഇതില് ഏറ്റവും ഇപ്പൊ റീസെന്റ് 2 സൂപ്പർ സ്റ്റാർസിന്റെയും റിയാക്ഷൻസ് സാൻഡ്ര ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ സർപ്രൈസിംഗ് ആയിട്ടുള്ള റിയാക്ഷൻസ് എവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത് സാൻഡ്രയ്ക്ക് ഈ ഡേയ്സിൽ? അങ്ങനെ ഒരു സർപ്രൈസിങ് റിയാക്ഷൻ കിട്ടിയിട്ടുണ്ടോന്നുള്ള എനിക്ക് ഓർമ്മയില്ല. ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്. കൂടുതലും കാര്യം ഞാൻ ഇത്രയും ഒരു ജനപിന്തുണ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. ഇപ്പൊ അറിയാത്ത ആൾക്കാർ വരെയും വിളിക്കുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ ആൾക്കാർ എന്നോട് പറയുന്നത്, ചേച്ചി ഒരു പോളിട് പ്രൊഡ്യൂസേഴ്സ് അപ്പൊ അറിയാൻ ചേച്ചിക്ക് കിട്ടുന്ന സ്ട്രെങ്ത് എന്താണ് എന്നുള്ളത് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പം അത്രയും അന്നത്തെ ആ ഒരു ഇൻസിഡന്റ് ഇത്രയും ആളുകളിലേക്ക് എത്തി എന്നുള്ളത് ഭയങ്കര സർപ്രൈസിങ് ആണ്. പിന്നെ ഞാൻ പോലും പറഞ്ഞില്ല ഇതിനൊരു ഇത്രയും ഇമ്പാക്ട് ഉണ്ടാവും എന്നുള്ളത്. അതാണ് സത്യത്തിൽ എനിക്ക് സർപ്രൈസ്. അത് ഞാൻ സത്യത്തിൽ വിചാരിച്ചത് ഇവര് മീഡിയക്കാരെ കയറ്റി തന്നെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ മീഡിയക്കാരെ അകത്ത് കയറ്റിയത് സ്ക്രൂട്ടണിയുടെ സമയത്ത്. അപ്പൊ ഞാൻ അവരോട് ദേഷ്യപ്പെടുകയും പിന്നെ എല്ലാ മീഡിയയിലും വന്നിരിക്കുന്നതും ഞാൻ ഭരണാധികാരിയോട് കയർക്കുന്നു, എന്താണ് വാക്ക് തർക്കം ഉണ്ടാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പൊ അത് സത്യത്തിൽ നെഗറ്റീവായി വരും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഒരാളോട് അഹങ്കാരം എന്നൊക്കെ രീതിയിലായിരിക്കും ആൾക്കാർ കാണുക. ഒരു തിരിച്ച് ചോദ്യം ചെയ്യുന്നതിനെയും തിരിച്ച് നമ്മളോട് കാണിച്ചത് അന്യായമാണെന്ന് ചൂണ്ടിക്കാണിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ആളുകൾ അതിനെ വേറെ രീതിയിലായിരിക്കും എടുക്കുക എന്നാണ് ഞാൻ സത്യത്തിൽ വിചാരിച്ചത്. പക്ഷെ ആളുകൾ അത് റൈറ്റ് സെൻസിൽ എടുക്കുകയും ഒരു എന്തൊന്നില്ലാത്ത സപ്പോർട്ടാണ്. എനിക്ക് ഇത്രയും സപ്പോർട്ട് ഇന്നേവരെ കിട്ടിയിട്ടില്ല. അപ്പൊ അത്രയും ഒരുപാട് കോൾസാ വരുന്നത്. എനിക്ക് ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഫോൺ താഴെ വയ്ക്കാൻ സമയം കിട്ടിയിട്ടില്ല. അത്രയും കോൾസ് മെസ്സേജസ് ഒക്കെ ആയിരുന്നു. ഇത് തന്നെയാണ് എനിക്ക് ഏറ്റവും കിട്ടിയ ഏറ്റവും വലിയ സർപ്രൈസ്. അതിപ്പം ഒരു മാറുന്ന ടൈമാണെന്ന് തോന്നുന്നല്ലോ. ഇപ്പൊ ഉർവശി സ്പീക്ക് ഔട്ട് ചെയ്താലും പുഷ്പവതി പ്രൊട്ടസ്റ്റ് ചെയ്താലും സാൻഡ്രയുടെ കേസ് ആയാലും ഇതിന് കുറച്ചുനാൾ മുമ്പ് വരെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു സ്ത്രീ ഇങ്ങനെ പബ്ലിക്ലി റിയാക്ട് ചെയ്യുമ്പോൾ വരുന്ന നെഗറ്റീവ് ക്രിറ്റിസിസം ഭയങ്കര അധികമായിരുന്നു. വാട്ട് ഡു യു തിങ്ക് ചേഞ്ച്ഡ്? ഡു യു തിങ്ക് ദ ടൈംസ് ചേഞ്ച്? അത് എങ്ങനെയാണ് ഇപ്പൊ ഇത്രയും ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ഉണ്ടാവുന്നത്? അതുണ്ടായത് നമ്മുടെ സൊസൈറ്റി ചേഞ്ച് ആയി. എന്നെ പോലുള്ള മക്കൾ ഓരോ വീട്ടിലും ഉണ്ടായി. അപ്പം ആളുകള് മാറി ചിന്തിക്കാനായിട്ട് തുടങ്ങി. നമ്മള് മൂത്ത ആൾക്കാർ പറയുന്നതെല്ലാം നിലം തുടങ്ങാതെ വിഴുങ്ങണം എന്ന് പറയുന്ന ആ പഴയ രീതി, അവര് പറയുന്നതെല്ലാം ശരിയായിരിക്കും, അവര് പറയുന്നതിനെല്ലാം നമ്മൾ തലയാട്ടി നിക്കണം എന്ന് പറയുന്ന രീതിയോട് ഇന്നത്തെ ജനറേഷനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതായി. അപ്പൊ അത് എല്ലാ വീടുകളിലും ആ റിയലൈസേഷൻ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് ഇന്ന് ഇത്രയും ജനങ്ങൾ എന്റെ കൂടെ നിൽക്കാനുള്ള ഒരു കാരണം. സാൻഡ്രയ്ക്ക് തിരിച്ച് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ സ്ത്രീകൾ കണ്ടിട്ട്? എനിക്കൊരു ഭയങ്കര ഇഷ്ടം തോന്നിട്ട് അവരുടെ ഭരണ രീതിയും ഒക്കെ കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരാള് എന്ന് പറയുന്നത് മാഡം ജയലളിതയാണ്. ജയലളിത മാം ആണ് എനിക്ക് തന്നെ ശരിക്കും പറഞ്ഞ റോൾ മോഡൽ പോലെ ഞാൻ കാണുന്ന ഒരു വ്യക്തി. എന്താ പറയുന്നത്, അവരുടെ ഒരു ഭരണ രീതിയും അവരുടെ ഒരു ആറ്റിറ്റ്യൂഡും
അവര് ഇപ്പം ഇപ്പൊ എന്റെ കേസ് എടുത്ത് നോക്കിയാലും അവരുടെ കേസ് എടുത്ത് നോക്കിയാലും അവരെ അപമാനിച്ചവരുടെ അടുത്ത് രണ്ടാമത് ഒരു മുഖ്യമന്ത്രിയായിട്ടാണ് അവിടെ കയറി ചെന്നത്. അതേപോലെ തന്നെ എനിക്കിപ്പം പല കാര്യങ്ങളും അങ്ങനത്തെ എനിക്ക് തോന്നാറാണ്. ചിലപ്പോ അവരെനിക്ക് അത്ര ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും എന്റെ ലൈഫിലും അതുപോലുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ആസ് എ പ്രൊഡ്യൂസർ സാൻഡ്ര എങ്ങനെയാണ്? ഒരു സ്ട്രിക്റ്റ് പ്രൊഡ്യൂസർ ആണോ? എന്താണ് പുതിയ വർക്കിംഗ് മെത്തേഡ് എന്താണ്? അത് ഞാനൊരു ഭയങ്കര സ്ട്രിക്റ്റ് പ്രൊഡ്യൂസർ ആയിരുന്നു പണ്ട്. പക്ഷെ ഇപ്പം എനിക്കൊന്ന് ഭയങ്കര ലീനിയന്റാ ഞാൻ. അത് ഇപ്പൊ എന്നോട് എന്റെ കൂടെ നേരത്തെ വർക്ക് ചെയ്തിരുന്ന ആൾക്കാർ തന്നെ എന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, ചേച്ചി പഴയ സാൻഡ്ര തോമസ് ആയാൽ മതി, ഇത് വേണ്ട, പഴയ സാൻഡ്ര തോമസ് ആയാൽ മതി എന്ന്. അതിന്റെ കാരണം ഇപ്പം കുഞ്ഞുങ്ങളൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ കുറച്ചും കൂടെ എപ്പോഴും ഞാനിപ്പോ മറ്റൊരാളുടെ ഷൂസിലും കൂടെ നിന്ന ആള് നേരത്തെ അങ്ങനല്ല, എല്ലാം വൺ സൈഡഡ് ആയിരുന്നു. അപ്പൊ ഞാൻ ശരി എന്റെ കാര്യങ്ങൾ അങ്ങനെയായിരുന്നു. ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്നോട് എതിര് പറയാണ്, എന്തുകൊണ്ടായിരിക്കും അവിടെ അത് പറഞ്ഞിരിക്കുന്നതെന്ന് ചിന്തിക്കാറുണ്ട്. അവരുടെ പോയിന്റ് ഓഫ് വ്യൂ എന്തായിരിക്കും, അവരുടെ ഭാഗത്ത് ന്യായം ഉണ്ടല്ലോ, അങ്ങനെയൊക്കെയാ ഞാൻ ചിന്തിക്കുന്നത്. ഇപ്പൊ എന്റെ തോട്ട് പ്രോസസ്സ് പോകുന്ന വഴിയേ അങ്ങനെയാ. അപ്പൊ ഈയിടെ ഒരു ഡിസ്കഷൻ ഉണ്ടായത് ആയിരുന്നു, ഈ നമ്പർ ഓഫ് വർക്കിംഗ് അവേഴ്സ്. സിനിമയിലെ വർക്കിംഗ് അവേഴ്സിനെ കുറിച്ചൊരു ചർച്ച ഉണ്ടായി. അത് 8 മണിക്കൂർ കഴിഞ്ഞ് 10-15 hours ഒക്കെ. അപ്പൊ അതിന് ഫോറും അഗേൻസ്റ്റും പറഞ്ഞ ആൾക്കാരുണ്ട്. സാൻഡ്രയുടെ ടേക്ക് എന്താണ് ഇതിനെ കുറിച്ച്? അല്ല, അത് ഈ വർക്കിംഗ് അവേഴ്സിന്റെ കാര്യത്തിൽ ഒരു സത്യത്തിലൊരു തീരുമാനം കൊണ്ടുവരുന്നതാണ്. ഒരുപാട് നേരമാണ് ഈ പറഞ്ഞ പോലെ രാത്രിയൊക്കെ ഒത്തിരി നേരമൊക്കെ പോവാന്ന് പറയുന്നത്. കാര്യം ഇതിനകത്ത് എപ്പോഴും ആർട്ടിസ്റ്റിന്റെ ഒരു കംഫർട്ടബിൾ നോക്കിയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ആർട്ടിസ്റ്റ് ഇപ്പൊ രാത്രി വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കൂടുതലും രാത്രിയായിരിക്കും സിനിമകൾ നടക്കുന്നത്. അപ്പൊ എന്താന്ന് വെച്ചാൽ പലരുടെ ഇപ്പൊ എന്നെ പോലെ ഒരാൾക്ക് രാത്രി വർക്ക് ചെയ്യുന്നത് പിന്നെ അതിനെ ഒന്നിനും കൊള്ളത്തില്ല. എനിക്കൊന്നും പ്രൊഡക്റ്റ് വേണം. എനിക്കൊരു 10 മണി ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉറക്കം വരും. ആ സമയത്ത് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഒരാഴ്ചത്തേക്ക് എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ രാത്രിത്തെ വർക്കിംഗ് അവേഴ്സ് കുറച്ചുകൊണ്ട് അത് കൂടുതലും പകലാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നമ്മൾ ഇത്രയും പറയുമ്പോൾ 15 മണിക്കൂർ 16 മണിക്കൂർ എന്നൊക്കെ പറയുമെങ്കിലും എല്ലാരും ഇത്രയും നേരം വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ കൂടുതൽ സമയവും വെറുതെ ഇരിക്കുന്ന സമയമാണ്. കാര്യം നമ്മൾ ആ ഷോട്ട് എടുക്കുന്ന സമയത്ത് മാത്രമല്ലേ ആക്റ്റീവ് ആവുന്നുള്ളൂ, ബാക്കിയുള്ള സമയമൊക്കെ വെറുതെ ഇരിക്കുകയാണ്. അപ്പം അത്രയും പറയുമ്പോൾ 15 hours 16 hours എന്നൊക്കെ പറയുമെങ്കിലും അത്ര നേരം ഒന്നും വർക്ക് ചെയ്യുന്നില്ല. പിന്നെ ഒരു എന്താണെങ്കിലും അത്രയും 15 hours ഒക്കെ കൊടുക്കുന്നത് ഒരു എന്താ പറയാ ശരിയായ രീതിയല്ല. ഞാനിപ്പോ പെരിച്ചാഴി എന്ന് പറഞ്ഞ സിനിമ അമേരിക്കയിൽ പോയി ചെയ്ത സമയത്ത് അവിടുത്തെ വർക്കിംഗ് അവേഴ്സ് ഭയങ്കര സുഖമാണ് എല്ലാവർക്കും വർക്ക് ചെയ്യാൻ. എത്ര വലിയ സീനാണെങ്കിലും ഇത്ര നേരം അവർ വർക്ക് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞാൽ അവര് ക്യാമറ ഓഫ് ചെയ്ത് അവര് പോവും. അത് മതി, അതിൽ കിട്ടാവുന്ന കണ്ടന്റ് എടുത്താൽ മതി. കാര്യം എന്നാലേ കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുള്ളൂ. ഈ സാൻഡ്ര ആക്ടറായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഫിലിംസിൽ. അപ്പം അത് ഡസ് ഇറ്റ് ഹെൽപ്പ് യു ആസ് എ പ്രൊഡ്യൂസർ തീരുമാനങ്ങൾ എടുക്കാനായിട്ട്? എങ്ങനെയാ അത് എഫക്ട് ചെയ്യാ? തീരുമാനങ്ങൾ എടുക്കാനല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, പ്രൊമോഷന്റെ സമയത്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആക്ടേഴ്സ് ഒന്നും സഹകരിച്ചില്ലെങ്കിലും നമുക്ക് തന്നെ പോയി പടം പ്രൊമോട്ട് ചെയ്യാലോ, അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ തീരുമാനം എടുക്കാനല്ലോ. പിന്നെ കുറച്ചൊക്കെ കാര്യങ്ങൾ പിന്നെ നമ്മൾ പറയുമ്പം അവര് ഞങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണെന്നറിയോ, ഞങ്ങള് ഇങ്ങനെ കഷ്ടപ്പെട്ടാൽ അത് നമ്മളോട് പറയാൻ പറ്റില്ലല്ലോ. ബിക്കോസ് നമ്മളും അത് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് പറയാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു ഗുണം ഉണ്ട് എന്നുള്ളതല്ലാതെ അഭിനയിച്ചത് കൊണ്ട് ഇങ്ങനെ പ്രത്യേകിച്ചൊരു അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടില്ല. പിന്നെ സാൻഡ്രയുടെ ഫുൾ ഫൈറ്റ്സ് ഈ ലോ റൂൾസ് ഒക്കെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ എല്ലാ കോർട്ടിൽ പോകുന്നതായാലും KSPA തന്നെ ഫുൾ ബൈലോസ് കാണിച്ചിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. യു കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ജസ്റ്റിസ് സിസ്റ്റം? ഓഫ് കോഴ്സ്. അതുകൊണ്ടാണല്ലോ ഞാനിപ്പം നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാനിപ്പോ LLB പഠിക്കാൻ പോവാ. റിയലി? അപ്പൊ കാര്യം അങ്ങനെയാണല്ലോ വർക്ക് ചെയ്യേണ്ടത്. പലരും നിയമത്തെ വളച്ചൊടിക്കുമ്പോ, അവരവരുടെ ആവശ്യത്തിന് വേണ്ടി വളച്ചൊടിക്കുമ്പോ അതെന്താണെന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കുകയും കൂടെ വേണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ബൈലോ എടുത്ത കാര്യം. ബൈലോയ്ക്ക് വിരുദ്ധമായിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്തത്. അപ്പൊ ബൈലോയില് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരു റിട്ടേണിംഗ് ഓഫീസറെ വെക്കാനായിട്ട് അതിനകത്ത് പറയുന്നതേ ഇല്ല. അതിനാണ് ഞാനിപ്പോ കോടതിയിൽ ചാലഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു റിട്ടേണിംഗ് ഓഫീസറെ വെക്കണം, ഇൻ കേസ് അങ്ങനെ വെക്കണം എന്നുണ്ടെങ്കിൽ ജനറൽ ബോഡി തീരുമാനിക്കണം. അങ്ങനെ ഒരു കാര്യം അവിടെ നടന്നിട്ടില്ല.
അപ്പം അത് ഞാൻ ഇപ്പൊ കോടതിയിൽ ചാലഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ബൈലോ പ്രകാരം ഞാൻ എലിജിബിൾ ആണ്. ഒരു റെഗുലർ മെമ്പറായ ഒരു വ്യക്തിക്ക് ഏതെങ്കിലും 3 സെൻസസ് സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ മതി. അതാണ് ഞാൻ ചെയ്തത്. എന്നിട്ടും എന്നെ ആക്സെപ്റ്റ് ചെയ്തില്ല. അപ്പൊ അവര് ബൈലോ അനുസരിച്ചല്ല അവിടെ കാര്യങ്ങൾ നടത്തുന്നത്. ഇത് കഴിഞ്ഞിട്ട് എന്താണ് അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫൈറ്റ് മുന്നോട്ട് കൊണ്ടുപോകല? ഞാനതിനെ ഒരു ഫൈറ്റായിട്ടല്ല കാണുന്നത്. നമുക്കൊരു നീതി കിട്ടുക എന്ന് പറയുന്ന ഒരു കാര്യം. എനിക്കിപ്പോ ആരോടും ഫൈറ്റ് ചെയ്യാനൊന്നുമില്ല. എല്ലാവരും സുഹൃത്തുക്കളാണ്, എല്ലാവരും അറിയുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആരോടും അടി ബഹളമൊന്നും ഉള്ളതല്ല. പക്ഷെ എനിക്കത് നീതി കിട്ടണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ ചെയ്യുന്ന ശരിയാണെന്നുള്ള ഒരു ബോധ്യത്തിലാണ് ഞാൻ ഈ നീതിക്ക് വേണ്ടി പോരാടുന്നത്. അപ്പൊ അത് കിട്ടുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. Okay, Sandra, that's all. All the best. Thank you. We are an ad-free platform and we depend on our readers for support. Please support our journalism by becoming a subscriber of the News Minute or contributing to our reporting fund. Thank you.